അവലും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടു നോക്കണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ. അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. 250 ml കപ്പിന് 2 കപ്പ് അവൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് ആ വെള്ളവും ഒന്ന് എടുത്തു മാറ്റാം. അതിനുശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരു നുള്ളി ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു മാറ്റാം. അപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന അവൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും മല്ലിയില ഇത്രയും ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്കും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം സ്പൂൺ മാറ്റി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം അപ്പോൾ ഞാനെല്ലാം ഉരുളകളാക്കി ആദ്യം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഓരോന്നെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട മിക്സാക്കി എടുത്തില്ലേ, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 വശവും നന്നായിട്ടൊന്ന് മൊരിവിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം എടുത്തു മാറ്റാം. അപ്പോൾ എടുത്തു മാറ്റുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം മാത്രം എടുത്തു മാറ്റുക. അപ്പോൾ ഇപ്പം 2 വശവും കണ്ടില്ലേ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും, പുറമേ നല്ല മൊരിഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി അതെടുത്ത് മാറ്റുകയാണ്. ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല ചൂടോടുകൂടി കെച്ചപ്പ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.